ഇറ്റ്സ് മീ ഡോക്ടർ സിദ്ദീഖ് മെൽമുറി. UGC നെറ്റ് JRF സെറ്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി കൊമേഴ്സ് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് കൂടുതലും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫംഗ്ഷൻ ഓഫ്. ഇറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫണ്ട്സ്, all aspects of acquiring and utilizing financial resources of the firm, creation of wealth, profit maximization of the firm. So ഈ എല്ലാ ഫങ്ഷൻസും എല്ലാ പോയിന്റുകളും ഇതിൽ ഉത്തരമായി വരാൻ സാധ്യതയാണെങ്കിൽ പോലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മൾ കറക്റ്റ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. കാരണം ഓൾ ആസ്പെക്ട്സ് ഓഫ് അക്വയറിങ് ആൻഡ് യൂട്ടിലൈസിങ്, അക്വയറിങ് ഫണ്ട് അക്വയർ ചെയ്യലും അതിന് യൂട്ടിലൈസേഷനുമായി എല്ലാ ആസ്പെക്ട്സും ഫിനാൻസ് മാനേജറുടെ ഫംഗ്ഷനായിട്ട് വരും. അതിനർത്ഥം ബാക്കി പോയിന്റുകൾ ഇതിൽ ഫംഗ്ഷൻ അല്ല എന്നുള്ളത്, പക്ഷേ ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ എല്ലാം വന്നു എന്നർത്ഥം. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. ഫിനാൻസ് മാനേജറുടെ ഒരു ഫംഗ്ഷൻ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, ദെൻ അക്വിസിഷൻ ഓഫ് ഫണ്ട്. സോ ഫോർകാസ്റ്റിംഗ്, അക്വിസിഷൻ ഓഫ് ഫണ്ട് അക്വയർ ചെയ്യുക, അതിന് വ്യത്യസ്ത സോഴ്സുകൾ ഉണ്ട്, ലോങ് ടേം ഷോർട്ട് ടേം സോഴ്സുകളുണ്ട്, അത് ഏതൊക്കെ നോക്കിയിട്ട് അക്വയർ ചെയ്യുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്, ക്യാപിറ്റൽ ബജറ്റിങ്ങുമായി ബന്ധപ്പെട്ട ക്യാപിറ്റൽ ബജറ്റിംഗ് പ്ലാനുകൾ, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകളുടെ സെലക്ഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ വരും. ദെൻ ഹെൽപ്പിംഗ് ഇൻ വാല്യുവേഷൻ ഡിസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോപ്പർ ലിക്വിഡിറ്റി. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദ അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ഈസ്, ഓർ ദ പ്രൈമറി ഗോൾ ഓഫ് ദി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ്. അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ് എന്നാണ് ഇവിടുത്തെ ടേം. അതേപോലെ ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ വന്നതാണെന്ത്, പ്രൈമറി ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. പ്രൈമറി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നോക്കാം, ഓപ്ഷനിൽ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ആദ്യമേ ഒഴിവാക്കാം. മാക്സിമൈസേഷൻ ഓഫ് സെയിൽ എന്നുള്ളത് ശരിക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ദെൻ മാക്സിമൈസേഷൻ ഓഫ് ഓണേഴ്സ് വെൽത്ത്, അതേപോലെ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇതിൽ രണ്ടിൽ ഏത് വരും എന്നുള്ളതാണ് മിക്കവാറും കൺഫ്യൂഷൻ ഉണ്ടാവുക. നമുക്ക് പ്രൈമറി ഗോൾ എന്നാണ് ചോദിച്ചതെങ്കിൽ ഇത് രണ്ടും ഒബ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. പ്രൈമറി ഗോളാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് മാക്സിമൈസേഷൻ ഓഫ് ഓണേഴ്സ് വെൽത്ത് എന്നുള്ള മോഡേൺ അപ്രോച്ചാണ്. അപ്പോൾ നമുക്കതിൻ്റെ എന്താണ് ഫിനാൻസ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട എയിം എന്താ നോക്കാം, അതേപോലെ ഒബ്ജക്റ്റീവ്സ് എന്താ നോക്കാം. എയിം ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ പറയാം: അക്വിസിഷൻ ഓഫ് സഫിഷ്യൻറ്റ് ഫണ്ട് ടു ദി ഓർഗനൈസേഷൻ. സോ അക്വിസിഷൻ, ഫസ്റ്റ് ഫണ്ട് അക്വയർ ചെയ്തു, ദെൻ ദാറ്റ് ഫണ്ട് മസ്റ്റ് ബി യൂട്ടിലൈസ്ഡ്, പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ദി ഫണ്ട്. ഓർഗനൈസേഷൻ്റെ നല്ല പ്രൊജക്റ്റുകൾ യൂട്ടിലൈസ് ചെയ്യുക. അക്വയർ ചെയ്തു, യൂട്ടിലൈസ് ചെയ്തു, ദെൻ പ്രോഫിറ്റബിലിറ്റി, ഇൻക്രീസിങ് പ്രോഫിറ്റബിലിറ്റി ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ത്രൂ ദീസ് പ്രോസസ് മാക്സിമൈസിങ് ഫേംസ് വാല്യൂ. ഇതാണ് ഒരു ഫിനാൻസ് ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നതിൽ വരും. അക്വിസിഷൻ, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, ദെൻ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫേംസ് വാല്യൂ. ഇനി ഒബ്ജക്റ്റീവ്സ് എന്ന രീതിയിൽ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് കോൺസെപ്റ്റാണുള്ളത്, രണ്ട് അപ്രോച്ചാണുള്ളത്. ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഒരു ഒബ്ജക്റ്റീവ്സ്. ബ്രോഡർ സെൻസിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം: പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതേപോലെ വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇറ്റ് ഈസ് എ ട്രഡീഷണൽ അപ്രോച്ച്, ഒരു നാരോ മൈൻഡഡ് അപ്രോച്ചാണ് ശരിക്കും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കുക, രണ്ടാമത് വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ നമുക്ക് മോഡേൺ അപ്രോച്ച് എന്ന് പറയും. എന്തുകൊണ്ട് ഇതിന് മോഡേൺ അപ്രോച്ച്, അല്ലെങ്കിൽ ഇതിന് എന്തുകൊണ്ട് കൂടുതൽ സ്വീകാര്യത വരുന്നു എന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഇതിന് ഡിഫറൻസ് ചെയ്യുമ്പോൾ പറയാം. മോഡേൺ അപ്രോച്ച് മീൻസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ വാല്യൂ മാക്സിമൈസേഷൻ ഓർ നെറ്റ് പ്രസൻറ്റ് വർത്ത് മാക്സിമൈസേഷൻ. നമുക്കിതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ നെറ്റ് പരീക്ഷ പോലെയുള്ളതിനൊക്കെ അസേർഷൻ റീസണിങ്, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഈ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാവണം. അപ്പോൾ ഇത് ചില ഹിൻറ്റുകൾ വെച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വേഴ്സസ് വെൽത്ത് മാക്സിമൈസേഷൻ. നമ്മൾ ബുക്കിൽ വായിക്കുമ്പോൾ ഒരുപാട് ടേംസ് ഇതിലുണ്ടെങ്കിൽ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പഠിക്കാം ഇതിനെ. ഒന്ന്, ടൈം വാല്യൂ ഓഫ് മണി. Profit maximization does not take into account the time value of money, but wealth maximization considers the time value of money. Second, uncertainty of future earnings. That means risk factor. Profit maximization does not take into consideration the uncertainty of the future earnings, but in wealth maximization
ദാറ്റ് അപ്രോച്ച് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ റിസ്ക് ഫാക്ടർ ഓഫ് ദി ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് അത് നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നത്, ആക്സെപ്റ്റബിൾ ആണ് എന്ന് പറയുന്നത്. ദെൻ എഫക്റ്റ് ഓഫ് ഡിവിഡൻഡ് പോളിസി ഓൺ മാർക്കറ്റ് പ്രൈസസ് ഓഫ് ദി ഷെയർസ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ does not consider the effect of dividend policy on the market price of the shares, but wealth maximization considers the dividend policy on market price of shares. And last point, short term and long term profit of the organization. Here in the same way, profit maximization does not differentiate between the short term and long term profits of the organization, but wealth maximization considers the different strategies ഫോർ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ പോയിൻറ്റുകളൂടെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഒന്ന് മൈൻഡിൽ വെക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ അത് ഈസി ആയിരിക്കും. ഇതേ സംഭവം അസെർഷൻ റീസണിങ് പോലെ വരികയാണെങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വരികയാണെങ്കിൽ, ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ ചില സമയത്ത് സെറ്റ് എക്സാമിനും അതേപോലെ നെറ്റ് എക്സാമിനൊക്കെ കേരള PSC ഒക്കെ ചോദിക്കാറുണ്ട്. അതിൽ ഈ പോയിൻ്റ് വെച്ചിട്ട് വേണം നമ്മളിതിനെ ഒന്ന് മൈൻഡിൽ ലോഡ് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളോടെയാണ് ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഇനിയും ഒരുപാട് ഇതിൻ്റെ ബാക്കി ഏരിയകൾ അടുത്ത വീഡിയോയിലൂടെ വരും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.